ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പം ഫുൾജാർ സോഡയില്ലേ, ഫുൾജാർ സോഡയുടെ ഇത് ആ ഒരു ട്രെൻഡിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ഇത് ഇറങ്ങിയിട്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് മൊഹീറ്റോ എന്നാണ്, മൊജീറ്റോ എന്നാണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ പ്രൊനൗൺസ് ചെയ്യുന്നത് മൊഹീറ്റോ എന്നാണ്. പലതരം ഫ്രൂട്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം ഞാനിന്നിവിടെ ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റിൻ്റെ ഹാഫ് പോർഷൻ മതിയാവും നമുക്ക് ഒരു ഗ്ലാസ്സിന്. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്ലബ് സോഡ എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് വന്നിട്ട് ഹാഫ് ആക്കിയിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അരച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഒട്ടും തന്നെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കുന്നില്ല, നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഡ്രിങ്ക് സെറ്റ് ചെയ്ത് കുടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു ജ്യൂസിൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വലിയ ഗ്ലാസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് അത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു വെച്ചിരുന്നത്. അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹാഫ് ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ, മുഴുവനായിട്ട് എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ 2 നാരങ്ങ ഇതുപോലെ വളരെ ചെറുതായിട്ട് സ്ലൈസ് ആക്കിയിട്ട് അത് രണ്ടും കൂടെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിന എടുക്കാം. പുതിന വന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ കുത്തു വരും അതിൻ്റെ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളരെ ചെറിയ രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് നമ്മുടെ മൂക്കിലേക്ക് വരും. അത്രയും മതിയാവും. എന്നിട്ട് നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു നാരങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ്. ചെറിയ ഗ്ലാസ്സിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ ഹാഫ് മതിയാവും. ഇനി നമുക്ക് ക്ലബ് സോഡ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നല്ല തണുത്ത സോഡയാണ്. തണുത്ത സോഡ ഒഴിച്ചു കൊടുത്താലാണ് ആ ഒരു ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് വരിക. നല്ല ഒരു പ്രത്യേക ഒരു പവറാണ് തണുത്ത സോഡയാണെന്നുണ്ടെങ്കിൽ. ഇതാ കണ്ടില്ലേ, കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അങ്ങ് പതഞ്ഞ് വരുവാണ്. അപ്പം ഞാനൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. അതിന് ശേഷമാണ് ബാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ പൊന്തി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ മോനിങ്ങനെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് നിഴല് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ. അവനിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് സംഭവം എന്ന് അറിയില്ല. അവന് വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ആള്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മൊഹീറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്ന് കുടിച്ച് നോക്കാം, ടേസ്റ്റ് ഒന്ന് അറിയണ്ടേ. അപ്പം ഇവിടെ വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് മാത്രം തയ്യാറാക്കിയത്. അപ്പോൾ ഇത് കണ്ടിട്ട് വാശി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ എൻ്റെ മോനൊന്ന് കൊടുത്തു നോക്കട്ടെ ഞാൻ. എങ്ങനെയുണ്ട് പറ. സൂപ്പർ. എന്താ ടേസ്റ്റ്? ജ്യൂസിന്റെ ടേസ്റ്റ് ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്